ആളുകൾ മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോയതായി പറയുന്ന ദുരൂഹ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം നിങ്ങളൊരു സ്ഥലത്തേക്ക് എത്തുന്നു, പക്ഷേ അവിടെ എല്ലാം സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് ആളുകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ പഴയ കാലത്തേതുപോലെയാണ്. വഴിയിലൂടെ പോകുന്ന വാഹനങ്ങൾ നിങ്ങൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളതാണ്. കടകളുടെ പേരുകൾ പഴയ ഭാഷയിലാണ്. നിങ്ങൾക്ക് എന്ത് തോന്നും? ഞാൻ എവിടെയാണ്? പക്ഷേ അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ എപ്പോൾ ആണ്? ഞാൻ എവിടെയാണ് എന്നല്ല, ഞാൻ എപ്പോഴാണ്? ഇതാണ് ടൈം സ്ലിപ്പ് എന്നറിയപ്പെടുന്ന ഒരു ദുരൂഹ പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാന ആശയം. ഒരു വ്യക്തി വളരെ ചെറിയ സമയത്തേക്ക്, അല്ലെങ്കിൽ ചിലരുടെ അവകാശവാദം അനുസരിച്ച് മണിക്കൂറുകളോളം താൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും മറ്റൊരു കാലഘട്ടത്തിലേക്ക് എത്തിയതായി അനുഭവപ്പെടുന്നു. ചിലർ പറയുന്നു അവർ പഴയ നഗരങ്ങൾ കണ്ടുവെന്ന്, ചിലർ പറയുന്നു വർഷങ്ങൾക്ക് മുൻപേ ഉള്ള കെട്ടിടങ്ങൾ കണ്ടുവെന്നും, മറ്റു ചിലർ പറയുന്നു തങ്ങൾ പഴയകാല മനുഷ്യരെ നേരിൽ കണ്ടുവെന്നാണ്. പക്ഷേ ചോദ്യം ഇതാണ്: ടൈം സ്ലിപ്പ് ശരിക്കും സംഭവിക്കുന്നുണ്ടോ? ഇത് ടൈം ട്രാവൽ ആണോ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ സൃഷ്ടിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണോ? ഇന്ന് നമുക്ക് പരിശോധിക്കാം ടൈം സ്ലിപ്പിൻ്റെ പിന്നിലെ ഏറ്റവും പ്രശസ്തമായ കഥകളും അവയുടെ യഥാർത്ഥ ചരിത്രവും. ടൈം സ്ലിപ്പ് എന്നത് എന്താണ്? ടൈം സ്ലിപ്പ് എന്നത് ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട ഒരു ഫിനോമിനയല്ല. ഇത് പ്രധാനമായും പാരാനോർമൽ ലിറ്ററേച്ചറും ആൻസഡോക്ടൽ റിപ്പോർട്ട്സിലും ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അതിനർത്ഥം ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ മറ്റൊരു ഹിസ്റ്റോറിക്കൽ പീരീഡിലേക്ക് താൽക്കാലികമായി സ്ലിപ്പ് ചെയ്തതായി അനുഭവപ്പെടുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, ഇന്ന് 2026 ഞാൻ നിൽക്കുന്നത്. നിങ്ങളൊരു പഴയ നഗരത്തിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾ കാണുന്നത് 2020കളിലെ സ്ട്രീറ്റ് സീനാണെന്ന് കരുതുക. പഴയ കാറുകൾ, പഴയ വസ്ത്രങ്ങൾ, പഴയ കടകൾ, പഴയ ഭാഷ. അല്പസമയം കഴിഞ്ഞപ്പോൾ എല്ലാം വീണ്ടും സാധാരണയായി തോന്നുന്നു. അതിനായിട്ട് നമുക്ക് പോകേണ്ടത് പഴയ കാലത്തുണ്ടായിരുന്ന കുറച്ച് കേസ് സ്റ്റഡിയിലേക്കാണ്. ദ വെർസൈലീസ് ടൈം സ്ലിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം സ്ലിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രശസ്തമായ കഥകളിലൊന്നാണ് വെർസൈലീസ് ടൈം സ്ലിപ്പ്. സംഭവം പറയപ്പെടുന്നത് 1901 2 ഇംഗ്ലീഷ് വനിതകൾ, ചാർലറ്റ് ആനി മോർലി ആൻഡ് എലോണോർ ജോർഡെയിനും, ഇവർ ഫ്രാൻസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അവർ വെർസൈലീസ് പാലസ് സന്ദർശിക്കുകയായിരുന്നു. അന്ന് അവർ പാലസിൻ്റെ ഗാർഡൻ ഭാഗത്തേക്ക് പോയി. പക്ഷേ അവിടെ അവർ അനുഭവിച്ചതാണ് പിന്നീട് പാരാനോർമൽ ഹിസ്റ്ററിയിലെ ഏറ്റവും ഫേമസ് സ്റ്റോറിലൊന്നായി മാറിയത്. അവർ പറയുന്നതനുസരിച്ച് അവരുടെ ചുറ്റുപാടുകൾ പെട്ടെന്ന് അസാധാരണമായി തോന്നാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ വസ്ത്രങ്ങൾ, അവരുടെ പെരുമാറ്റം, ചുറ്റുമുള്ള അന്തരീക്ഷം എല്ലാം പഴയ കാലത്ത് പോലെ തോന്നി. ഒരിടത്ത് അവരൊരു ചെറിയ ഫാം ഹൗസ് പോലെയുള്ള സ്ട്രക്ചർ കണ്ടതായി പറയുന്നു. അവിടെ ചില ആളുകൾ പഴയ വസ്ത്രം ധരിച്ചിരുന്നതായും അവർ അവകാശപ്പെട്ടു. ഇതിലേറ്റവും കൗതുകമായ ഭാഗം അവർ ഒരു സ്ത്രീയെ കണ്ടു എന്നതാണ്. പിന്നീട് അവർ ആ സ്ത്രീയെ മേരി ആൻ്റോനെറ്റ് ആയിരിക്കാമെന്ന് കരുതി. മേരി ആൻ്റോനെറ്റ് ആരാണെന്നറിയാത്തവർക്കായിട്ട് അവർ ഫ്രാൻസിലെ അവസാന രാജ്ഞിമാരിൽ ഒരാളായിരുന്നു. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാലത്ത് അവർ വധിക്കപ്പെട്ടു. അപ്പോൾ ചോദ്യം, 1991 വെർസൈലിയിലെത്തിയ ഈ 2 സ്ത്രീകൾക്ക് എങ്ങനെ 18ാം നൂറ്റാണ്ട് പോലുള്ളൊരു സീൻ കാണാൻ കഴിഞ്ഞു? അവർക്ക് യഥാർത്ഥത്തിൽ ഭൂതകാലം കാണാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ മറ്റെന്തെങ്കിലും ചെയ്യുകയായിരുന്നോ? ഈ അനുഭവം പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. ദാറ്റ്സ് നെയിം ഈസ് ആൻ അഡ്വെഞ്ചർ. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ സംഭവത്തെക്കുറിച്ച് സ്കെപ്റ്റിക്സ് പല എക്സ്പ്ലനേഷൻസ് മുന്നോട്ട് വച്ചു. അവർ കണ്ടത് പഴയ കാലത്തെ ഒരു ആക്ച്വൽ ടൈം സ്ലിപ്പ് അല്ല, മറിച്ച് അവരുടെ ഇമാജിനേഷൻ, മിസ് ഐഡൻറ്റിഫിക്കേഷൻ, മെമ്മറി ഡിസ്റ്റോറേഷൻ, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ അറ്റ്മോസ്ഫിയറിൻ്റെ സ്വാധീനം കൊണ്ടുള്ള തോന്നലുകളായിരിക്കാം. മേരി ആൻ്റോനെറ്റിനെ കണ്ടുവെന്ന അവകാശവാദവും പിന്നീട് ഹിസ്റ്റോറിയൻസ് ചോദ്യം ചെയ്തു. അതിനാൽ വെർസൈലീസ് സംഭവം ഫാസിനേറ്റിംഗ് ആണ്, പക്ഷേ ടൈം ട്രാവലിൻ്റെ പ്രൂഫ് ഒന്നും തന്നെയില്ല. ബോൾഡ് സ്ട്രീറ്റ്, ലിവർപൂൾ. ഇനി നമുക്ക് പോകേണ്ടത് ഇംഗ്ലണ്ടിലേക്കാണ്, ലിവർപൂളിലേക്ക്. ഇവിടുത്തെ ബ്ലഡ് സ്ട്രീറ്റ്
ഇനി നമുക്ക് പോകേണ്ടത് ഇംഗ്ലണ്ടിലേക്കാണ്. ഇവിടുത്തെ ബോൾഡ് സ്ട്രീറ്റിനെ ചുറ്റിപ്പറ്റി നിരവധി ടൈം സ്ലിപ്പ് സ്റ്റോറീസ് പ്രചരിച്ചിട്ടുണ്ട്. ഇവയിൽ ചിലത് വളരെ ഡ്രാമാറ്റിക്കാണ്. ഒരു വ്യക്തി മോഡേൺ ഡേ ലിവർപൂളിൽ നടക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റുമുള്ള അന്തരീക്ഷം വിക്ടോറിയൻ കാലഘട്ടത്തിലേതുപോലെ തോന്നിയതായി ചില റിപ്പോർട്ടുകൾ പറയുന്നു. കടകളുടെ ഡിസൈൻ മാറിയതായി, ആളുകളുടെ വസ്ത്രങ്ങൾ പഴയ കാലത്തേതായി, പഴയ വാഹനങ്ങൾ റോഡിലൂടെ പോകുന്നതായി ചിലർ പറയുന്നുണ്ട്. അതിൽ ചില സ്റ്റോറീസിൽ ഒരു കടയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ പഴയകാല വസ്തുക്കൾ കണ്ടതായി പറയുന്നു. പുറത്തേക്ക് വന്നപ്പോൾ എല്ലാം വീണ്ടും മോഡേണായി. ഇതിലെന്താണ് സത്യം? ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. എന്താ എന്ന് ചോദിച്ചാൽ, ഈ കഥകൾ പലതും ഓറൽ അക്കൗണ്ട്സ്, പാരാനോർമൽ ബുക്സ്, ഇൻ്റർനെറ്റ് ഡിസ്കഷൻസ് എന്നിവയിലൂടെ പ്രചരിച്ചതാണ്. അതുകൊണ്ട് ഇവയെ വേരിഫൈഡ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഒരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഇത്ര അനുഭവങ്ങൾ പലപ്പോഴും പല കെട്ടിടങ്ങളും ഹിസ്റ്റോറിക്കൽ ലൊക്കേഷൻസിലുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്നതായി പറയപ്പെടുന്നത്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? സൈക്കോളജി ഇതിനെപ്പറ്റി പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇതിനുണ്ട്. ഒരു സ്ഥലത്തിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ ഹിസ്റ്ററി, അവിടെ ലഭിക്കുന്ന സെൻസറി ക്ലൂസ്, ഇവയെല്ലാം നമ്മുടെ ബ്രെയിനിനെ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു പഴയ സ്ട്രീറ്റിൽ നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ പഴയ ഫോട്ടോഗ്രാഫ്സിൽ കണ്ട ഇമേജസുമായി പ്രസൻറ്റ് സീനിനെ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പാസ്റ്റ് അറ്റ്മോസ്ഫിയർ അനുഭവപ്പെടാം. അത് ചിലപ്പോൾ വളരെ റിയലിസ്റ്റിക്കുമായിരിക്കാം. നെക്സ്റ്റ് വൺ ഇൻസിഡൻറ്റ് ഈസ് എ മിസ്റ്റീരിയസ് ഫോൺ കോൾ. ടൈം സ്ലിപ്പ് സ്റ്റോറീസിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാറ്റഗറി ഉണ്ട്. പീപ്പിൾ ഇൻട്രാക്ടിങ് വിത്ത് പീപ്പിൾ ഫ്രം അനദർ ടൈം. മനസ്സിലായോ? അതായത് അത് ഫോൺ കോൾസ് ആകാം, ലെറ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ നേരിട്ടുള്ള എൻകൗണ്ടേഴ്സ് ആകാം. ഇത്തരം കഥകളിൽ ചിലത് ഇൻ്റർനെറ്റിൽ വളരെ ഫേമസ് ആണ്. ഒരു വ്യക്തി ഒരു പഴയ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. പക്ഷേ മറുവശത്ത് സംസാരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരാളാണെന്ന് പിന്നീട് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ ഒരു മോഡേൺ ഫോണിൽ നിന്ന് കോൾ വരുന്നു, പക്ഷേ കോളർ ഐ ഡിയിൽ കാണുന്നത് ഡെക്കേഡ്സ് ഓൾഡ് ഫോൺ നമ്പറാണ്. ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉടനെ ഒരു തോട്ട് വരും: കുഡ് ടൈം ഇറ്റ്സെൽഫ് ഹാവ് കണക്റ്റഡ് ടു ഡിഫറെൻറ്റ് പീരീഡ്സ്. ഇത്തരം കഥകൾക്ക് സാധാരണയായി റെക്കോർഡഡ് എവിഡൻസ്, ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ്സസ്, ടെക്നിക്കൽ വെരിഫിക്കേഷൻ എന്നിവ ലഭ്യമല്ല. അതുകൊണ്ട് അവയെ പാരാനോർമൽ എവിഡൻസ് എന്നതിനേക്കാൾ അർബൻ ലെജൻഡ്സ് ഓർ അൺഎക്സ്പ്ലെയിൻഡ് സ്റ്റോറീസ് എന്ന കാറ്റഗറിയിൽ കാണുന്നത് ശരിയല്ല. നെക്സ്റ്റ് ഈസ് ദ മാൻ ഫ്രം ദ ടോഡ്. എയർപോർട്ട്, പാസ്പോർട്ട്, മാപ്സ്. നെക്സ്റ്റ് ഈസ് ദ മാൻ ഫ്രം ദ ടോഡ്. ഇനി ഒരു ഫേമസ് മിസ്റ്ററി പറയട്ടെ. ദ മാൻ ഫ്രം ടോഡ് എന്ന് പറയും. ഈ കഥ ഇൻ്റർനെറ്റിൽ വളരെ പ്രശസ്തമാണ്. ഒരു വ്യക്തി എയർപോർട്ടിലെത്തുന്നു. അവൻ്റെ പാസ്പോർട്ടിൽ ടോഡ് എന്ന രാജ്യത്തിൻ്റെ പേര് കാണുന്നു. പക്ഷേ അത്തരം ഒരു രാജ്യം ലോകത്തിൻ്റെ മാപ്പിലില്ല. അവൻ പറയുന്നു അവൻ ടോഡ് എന്ന രാജ്യത്തിൽ നിന്നാണ് വന്നതെന്ന്. ഒഫീഷ്യൽസ് അവനെ മാപ്പ് കാണിക്കുന്നു. അവൻ ആശയക്കുഴപ്പത്തിലാകുന്നു. അവൻ കാണിച്ച ലൊക്കേഷൻ ഇന്നത്തെ ആൻഡോറ എന്ന രാജ്യത്തിനടുത്താണ്. അവൻ പറയുന്ന കൺട്രി വർഷങ്ങളായി നിലവിലുണ്ട് എന്നാണ് അവൻ്റെ അവകാശവാദം. പിന്നീട് കഥ കൂടുതൽ മിസ്റ്റീരിയസ് ആകുന്നു. അവനെ ഒരു ഹോട്ടൽ റൂമിൽ താമസിപ്പിക്കുന്നു. അടുത്ത ദിവസം അവൻ അപ്രത്യക്ഷനായി. വാതിൽ ലോക്ക്ഡ് ആയിരുന്നു. സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ അവൻ ഇല്ല. അവിടെ കഥ അവസാനിക്കുമ്പോൾ ഇൻ്റർനെറ്റ് ഇതൊരു ഓൾട്ടർനേറ്റ് ഡയമെൻഷൻ സ്റ്റോറിയായി അവതരിപ്പിച്ചു. പാരലൽ യൂണിവേഴ്സിൽ നിന്നുള്ള മനുഷ്യൻ നമ്മുടെ ലോകത്തേക്ക് എത്തി. പക്ഷേ ഈ കഥയ്ക്ക് ലഭ്യമായ ഹിസ്റ്റോറിക്കൽ വേർഷൻസ് പരിശോധിക്കുമ്പോൾ ഇത് ഇൻ്റർനെറ്റിൽ പറയുന്ന പോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ടൈം സ്ലിപ്പ് പ്രൂഫ് അല്ല. ഈ കഥയുടെ പിന്നിൽ യഥാർത്ഥ ഇമിഗ്രേഷൻ ഓർ പാസ്പോർട്ട് ഇൻസിഡൻറ്റിനെ വളച്ചൊടിച്ച വേർഷൻസ് ഉണ്ടായിരിക്കാമെന്ന് റിസർച്ചേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ടോഡ് സ്റ്റോറി ഒരു ഫാസിനേറ്റിംഗ് ലെജൻഡാണ്. പക്ഷേ ടൈം ട്രാവൽ സ്റ്റോറീസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് മിസ്റ്ററീസിലൊന്നാണ് ജോൺ ടൈറ്റർ. 2000 വർഷങ്ങളിലെ തുടക്കത്തിൽ ഇൻ്റർനെറ്റ് ഫോറംസിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അവൻ പറഞ്ഞത് താൻ ഫ്യൂച്ചറിൽ നിന്നുള്ള ടൈം ട്രാവലർ ആണ് എന്നാണ്. അവൻ്റെ പേര് ജോൺ ടൈറ്റർ. അവൻ 2036 നിന്നാണ് വന്നതെന്ന് അവകാശപ്പെട്ടു. അവൻ തൻ്റെ മിഷനെക്കുറിച്ച് സംസാരിച്ചു. IBM കമ്പ്യൂട്ടർ, ഫ്യൂച്ചർ ടെക്നോളജി, ടൈം മെഷീൻ, പൊളിറ്റിക്കൽ ഇവൻറ്റ്സ്, സിവിൽ കോൺഫ്ലിക്റ്റ്, ഫ്യൂച്ചർ ഹിസ്റ്ററി എല്ലാം അവൻ വിശദീകരിക്കാൻ തുടങ്ങി. അവൻ ടൈം മെഷീനെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് വരെ നൽകിയതായി പറയപ്പെടുന്നു. ഇത് ഇൻ്റർനെറ്റിൽ വലിയ ക്യൂരിയോസിറ്റി
സൃഷ്ടിച്ചു. പക്ഷേ അവൻ പറഞ്ഞ പല ഫ്യൂച്ചർ പ്രഡിക്ഷൻസും പിന്നീട് ശരിയായി സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ജോൺ ടൈറ്റർ കഥ ടൈം ട്രാവൽ പ്രൂഫ് എന്നതിലുപരി എയർലി ഇൻ്റർനെറ്റ് ഫോൾക്ലോർ ആയി കണക്കാക്കപ്പെടുന്നു. ഇവിടെ ഒരു വലിയ ലിസൺ ഉണ്ട്. ഇൻ്റർനെറ്റിൽ ഒരാൾ വളരെ ടെക്നിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ട്രൂ ആകുന്നില്ല. അത് ഒരു ക്ലെയിമിന് എവിഡൻസ് തന്നെ ഉണ്ടാകണം. ടൈം ട്രിക്സ് ഓർ ഗ്ലിച്ച് ഇൻ ദ മെട്രിക്സ്. അതായത് ഇനി ഞാൻ ചോദിക്കട്ടെ, ടൈം സ്ലിപ്പ് സംഭവിക്കുന്നതായി തോന്നുന്നത് എന്തുകൊണ്ട്? ഒരു പോപ്പുലർ ഇൻ്റർനെറ്റ് തിയറി ഉണ്ട്, ഗ്ലിച്ച് ഇൻ ദ മെട്രിക്സ്. അതായത് നമ്മുടെ റിയാലിറ്റി ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ ആണെന്നും ചിലപ്പോൾ അതിൽ ഗ്ലിച്ചസ് ഉണ്ടാകാമെന്നും ഒരു വ്യക്തി ഒരു സീൻ വീണ്ടും വീണ്ടും സെയിം രീതിയിൽ കാണുന്നു. ഒരു വ്യക്തി സഡൻലി ഡിസപ്പിയർ ചെയ്യുന്നു. ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് അതിൻ്റെ മെമ്മറി ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പഴയ കാലം കാണുന്നു. ഇതെല്ലാം സിമുലേഷൻ ഗ്ലിച്ച് ആണെന്ന് ചിലർ പറയുന്നു. പക്ഷേ ഇതിന് ശാസ്ത്രീയ തെളിവില്ല. സിമുലേഷൻ ഹൈപ്പോത്തസിസ് എന്നത് സൈക്കോളജിക്കൽ ഐഡിയയാണ്. അത് പ്രൂവൺ സയൻറ്റിഫിക് ഫാക്റ്റ് അല്ല. സയൻസ് എന്താണ് പറയുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ടൈം സ്ലിപ്പ് അനുഭവങ്ങൾക്ക് സയൻസിൽ എക്സ്പ്ലനേഷൻ ഉണ്ടോ? ആദ്യ പോസിബിലിറ്റി, മെമ്മറി ഡിസ്റ്റോർഷൻ. നമ്മുടെ മെമ്മറി ഒരു വീഡിയോ റെക്കോർഡിംഗ് പോലെയല്ല. നമ്മൾ സംഭവങ്ങൾ ഓർക്കുമ്പോൾ ബ്രെയിൻ അവയെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് കാലം കടന്നു പോകുമ്പോൾ മെമ്മറീസ് മാറാം. ഒരു സംഭവം നടന്ന രീതിയും നമ്മൾ പിന്നീട് ഓർക്കുന്ന രീതിയും ഒന്നായിരിക്കണമെന്നില്ല. ദ നെക്സ്റ്റ് തിങ് ഈസ് ദേജാവു. ഇത് മുമ്പ് നടന്നതുപോലെ തോന്നുന്നു. ഇത് ദേജാവു, ഒരു പുതിയ സിറ്റുവേഷൻ നമുക്ക് പരിചയമായി തോന്നുന്നു. ചിലർ അതിനെ പാസ്റ്റ് ലൈഫ്, പാരലൽ യൂണിവേഴ്സ്, ടൈം സ്ലിപ്പ് എന്നിങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ന്യൂറോ സയൻസിൽ ദേജാവുവിന് മെമ്മറി പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സീൻ സ്വപ്നത്തിൽ മുമ്പ് കണ്ടതുപോലെ തോന്നാം. ബ്രെയിൻ ഡ്രീംസും റിയൽ മെമ്മറീസും മിക്സ് ചെയ്യുമ്പോൾ ഒരു അനുഭവം വളരെ മിസ്റ്റീരിയസ് ആയി തോന്നാം. പാരഡോളിയ, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ റാൻഡം പാറ്റേൺസിലും മീനിങ് ഫുൾ പാറ്റേൺസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു. ക്ലൗഡിൽ മുഖം കാണുന്നത് പോലെ ഒരു മോഡേൺ സ്ട്രീറ്റിൽ പഴയ കാലത്തെ സയൻസ് കണ്ടെന്നതും സംഭവിക്കാം. ഡിസോസിയേറ്റീവ് എക്സ്പീരിയൻസസ്. ചില സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ള ലോകം അൺറിയലായി തോന്നാം. ടൈം സ്ലോ ആയതുപോലെയും സ്ഥലം അൺഫെമിലിയർ ആയതുപോലെയും സ്വയം പുറത്തുനിന്ന് കാണുന്നത് പോലെയും തോന്നാം. ഇത് ചില സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ടിരിക്കാം. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. സയൻസ് പ്രകാരം ടൈം ശരിക്കും ആബ്സൊല്യൂട്ട് ആണോ? ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി പറയുന്ന പോലെ ടൈം ഈസ് റിലേറ്റീവ്. വേഗതയും ഗ്രാവിറ്റിയും ടൈമിൻ്റെ പാസേജിനെ ബാധിക്കും. ഉദാഹരണത്തിന്, വളരെ വലിയ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ക്ലോക്ക് മറ്റൊരു റെഫറൻസ് ഫ്രെയിമിലുള്ള ക്ലോക്കിനേക്കാൾ വ്യത്യസ്തമായ സമയം മെഷർ ചെയ്യാം. ഇതിനെ ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്നു. GPS സാറ്റലൈറ്റ്സ് പോലും റിലേറ്റിവിറ്റി കറക്ഷൻസ് ഉപയോഗിക്കുന്നു. അതിനാൽ ടൈം ക്യാൻ ബിഹേവ് ഡിഫറെൻ്റ്ലി എന്നത് സയൻസ് അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. ടൈം ഡയലേഷൻ എന്ന് പറയുന്നത് അല്ല ടൈം സ്ലിപ്പ്. റിലേറ്റിവിറ്റി നമ്മോട് പറയുന്നത് നിങ്ങളൊരു പഴയ നഗരത്തിലേക്ക് പെട്ടെന്ന് ടെലിപോർട്ട് ചെയ്യും എന്നല്ല. അല്ലെങ്കിൽ നിങ്ങൾ 2006 നിന്ന് 1920 പോയി തിരികെ വരും എന്നുമല്ല. അതിനാൽ ഐൻസ്റ്റീൻ്റെ തിയറി ഉപയോഗിച്ച് പാരാനോർമൽ ടൈം സ്ലിപ്പ് സ്റ്റോറീസ് തെളിയിക്കാൻ കഴിയില്ല. എന്നാൽ തിയററ്റിക്കൽ ഫിസിക്സിൽ ടൈം ട്രാവൽ കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ ആണെന്ന് പറയാനാകുമോ? ഇതാണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഐൻസ്റ്റീൻസ് ഇക്വേഷൻസിൽ എൻ്റെ ചില സൊല്യൂഷൻസ് ആണിത്. വോം ഹോൾസ് പോലെയുള്ള കോൺസെപ്റ്റ്സ് അനുവദിക്കുന്നതായി തിയററ്റിക്കൽ ഫിസിക്സ് സൂചിപ്പിക്കുന്നു. ഒരു വോം ഹോൾ സ്പേസ് ടൈമിലെ 2 ദൂരെയുള്ള പോയിൻറ്റ്സ് തമ്മിലുള്ള ഷോർട്ട് കട്ടായി ചിന്തിക്കാം. ചില തിയററ്റിക്കൽ മോഡൽസിൽ ഒരു വോം ഹോളിൻ്റെ 2 എൻഡ്സ് വ്യത്യസ്ത രീതിയിൽ ടൈം എക്സ്പീരിയൻസ് ചെയ്താൽ ടൈം ട്രാവൽ പോലെയുള്ള മാത്തമാറ്റിക്കൽ പോസിബിലിറ്റീസ് ഉണ്ടാകാം. പക്ഷേ ഇവയെല്ലാം വളരെ തിയററ്റിക്കലാണ്. ഇന്ന് വരെ മനുഷ്യർക്ക് ഉപയോഗിക്കാവുന്ന സ്റ്റേബിൾ വോം ഹോൾ കണ്ടെത്തിയിട്ടില്ല. അതിനാൽ
ഫിസിക്സ് ടൈം ട്രാവലിനെ മാത്തമാറ്റിക്കലി ഡിസ്കസ് ചെയ്യുന്നു എന്നതും മനുഷ്യർ ടൈം സ്ലിപ്പ് അനുഭവിച്ചു എന്ന് തെളിഞ്ഞു എന്നതും രണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ഇഫ് ടൈം സ്ലിപ്പ് വെയർ റിയൽ, ഒന്ന് ഇമാജിൻ ചെയ്യൂ, ടൈം സ്ലിപ്പ് ശരിക്കും റിയൽ ആണെന്ന് തെളിഞ്ഞാൽ അത് സയൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിസ്കവറീസിലൊന്നായിരിക്കും. ഒരു വ്യക്തിക്ക് ഭൂതകാലത്തിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ നമുക്ക് ഹിസ്റ്ററി നേരിട്ട് ഒബ്സർവ് ചെയ്യാം. ഏൻഷ്യൻ സിവിലൈസേഷൻസ്, ലോസ്റ്റ് സിറ്റീസ്, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, അറിയാത്ത കാര്യങ്ങൾ എല്ലാം നേരിട്ട് പഠിക്കാൻ കഴിയും. പക്ഷേ അതോടൊപ്പം വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. ടൈം പാരഡോക്സ്. നിങ്ങൾ ഭൂതകാലത്തിലേക്ക് പോയി ഒരു ചെറിയ കാര്യം മാറ്റിയാൽ അത് ഭാവിയെ മാറ്റുമോ? അപ്പോൾ നിങ്ങൾ ഭൂതകാലത്തിൽ ചെയ്ത മാറ്റത്തിൻ്റെ ഫലമായ ഫ്യൂച്ചറിലാണോ തിരിച്ചെത്തുന്നത്? അല്ലെങ്കിൽ ഒരു പാരലൽ ടൈം ലൈൻ ഉണ്ടാകുമോ? ഇവയെല്ലാം സയൻസ് ഫിക്ഷനെ അതിജീവിച്ച് ഫിലോസഫിയിലേക്കും ഫിസിക്സിലേക്കും പോകുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈം സ്ലിപ്പ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടോ? ഇന്നത്തെ സയൻസ് അനുസരിച്ച് അതിന് കൺവിൻസിങ് എവിഡൻസ് ഇല്ല. വസലീസ്, ബോൾഡ് സ്ട്രീറ്റ്, ജോൺ ടൈറ്റർ, മാൻഫ്രെഡ് ടൗട്ടഡ് ഇവയെല്ലാം ഫാസിനേറ്റിംഗ് സ്റ്റോറീസാണ്. പക്ഷേ ഒരു കഥയും റിലേറ്റബിൾ സയൻറ്റിഫിക് എവിഡൻസായി മാറിയിട്ടില്ല. ഇതുകൊണ്ടൊന്നും ഈ മിസ്റ്ററിയുടെ ചാം അവസാനിക്കുന്നില്ല. കാരണം ടൈം സ്ലിപ്പ് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന റിയാലിറ്റി എത്രത്തോളം റിലേറ്റബിൾ ആണ്? നമ്മുടെ കണ്ണുകളെല്ലാം ശരിയായി കാണുന്നുണ്ടോ? നമ്മുടെ ബ്രെയിൻ എല്ലാം ശരിയായി ഓർക്കുന്നുണ്ടോ? ടൈം എന്നത് നമ്മൾ കരുതുന്നത് പോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണോ? അതോ യൂണിവേഴ്സിൻ്റെ ഡീപ്പസ്റ്റ് ലെവലാണോ? നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒരുപക്ഷെ ടൈം സ്ലിപ്പ് എന്നത് ഭൂതകാലത്തിലേക്കുള്ള യാത്രയല്ല, അത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ട്രിക്ക് മാത്രമാണ്. അല്ലെങ്കിൽ ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മിസ്റ്ററി ആകാം. പക്ഷേ അടുത്ത തവണ നിങ്ങളൊരു പഴയ വഴിയിലൂടെ നടക്കുമ്പോൾ ചുറ്റിലുള്ള ലോകം ഒരു നിമിഷത്തേക്ക് മാറിയതായി തോന്നിയാൽ ഒന്ന് ശ്രദ്ധിക്കുക. ആളുകളുടെ വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, കടകൾ, ശബ്ദങ്ങൾ എല്ലാം പഴയ കാലത്തേതുപോലെ തോന്നുന്നുണ്ടോ? കാരണം നിങ്ങളൊരു ടൈം സ്ലിപ്പ് സംഭവിച്ചു. അതോ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് കളിക്കുകയാണോ? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ഇത്തരത്തിലുള്ള റിയൽ മിസ്റ്ററീസ്, പാരാനോമൽ സ്റ്റോറീസ്, സയൻസ് മിസ്റ്ററീസ്, ഹിസ്റ്ററിയിലെ ദുരൂഹ സംഭവങ്ങൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.